ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ക്വാണ്ടൈസേഷൻ ഓഫ് ഇൻപുട്ട് ഡേറ്റ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അത് മൊഡ്യൂൾ 6-ലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത ഫ്ലോട്ടിംഗ് പോയിന്റ്, റൗണ്ടിങ് പോയിന്റ് അങ്ങനെയുള്ള ആ തിയറി ടോപ്പിക് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഫൈനൈറ്റ് വേർഡ് ലെങ്ത് എഫക്ട്സ് ആണ്. അപ്പോൾ നമ്മളിതെല്ലാം പഠിക്കുന്നത് ഫൈനൈറ്റ് വേർഡ് ലെങ്ത് എഫക്ട്സ് ആണ്. അപ്പോൾ ഫൈനൈറ്റ് വേർഡ് ലെങ്ത് എഫക്ട്സിൽ എന്താണ് ഫൈനൈറ്റ് വേർഡ് ലെങ്ത്, അതിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതായത് എന്തൊക്കെ ടൈപ്പ് ഓഫ് അരിത്തമെറ്റിക് ഉണ്ട്, ഫിക്സഡ് പോയിന്റ് ഉണ്ട്, ഫ്ലോട്ടിംഗ് പോയിന്റ് ഉണ്ടെന്ന് പഠിച്ചു. പിന്നെ അതിൻ്റെ അരിത്തമെറ്റിക് എങ്ങനെയാണെന്ന് പഠിച്ചു, അതിൻ്റെ കമ്പാരിസൺ പഠിച്ചു. പിന്നെ നമ്മൾ ക്വാണ്ടൈസ് ചെയ്യുന്നത്, അതായത് നമുക്ക് സാമ്പിൾ ചെയ്ത് ക്വാണ്ടൈസ് ചെയ്യുമ്പോൾ രണ്ട് രീതിയിലുള്ള എറർ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് ട്രങ്കേഷൻ കൊണ്ടുള്ള എറർ ഉണ്ടാവും, റൗണ്ടിങ്ങിൻ്റെ എറർ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ പഠിച്ചു. ഇനി ശരിക്കും ഈ പറയുന്ന ഈ കാരണം എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ ഫസ്റ്റ്, ഇപ്പോൾ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ ഫൈനൈറ്റ് വേർഡ് ലെങ്ത് എഫക്ട്സ് ആണ്. അതിലെ ഫസ്റ്റ് വൺ ആണ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇൻപുട്ട് ഡേറ്റ. അതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്വാണ്ടൈസേഷൻ ഓഫ് ഇൻപുട്ട് ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മളിവിടെ അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ മീനും വേരിയൻസും ആണ് കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ക്വാണ്ടൈസേഷൻ ഓഫ് ഇൻപുട്ട് ഡേറ്റ എന്ന് പറഞ്ഞാൽ, നമുക്കൊരു അനലോഗ് സിഗ്നൽ ഉണ്ടെങ്കിൽ അതിനെ ഡിജിറ്റൽ ആക്കണമെങ്കിൽ നമുക്ക് ആദ്യ സിഗ്നലിനെ എന്ത് ചെയ്യണം, ഒരു സാമ്പിളറിലൂടെ പാസ് ചെയ്യണം. സാമ്പിളറിലൂടെ പാസ് ചെയ്തിട്ട് വേണം അത് എന്തിലൂടെ പാസ് ചെയ്യാൻ, ഒരു ക്വാണ്ടൈസറിലൂടെ പാസ് ചെയ്യാൻ. സാമ്പിളർ എന്താ ചെയ്യുന്നത്, ആ ഓരോ സിഗ്നലിനെ, നമ്മുടെ അനലോഗ് സിഗ്നലിനെ ഒരു ഡിസ്ക്രീറ്റ് ഇൻ്റർവെല്ലിൽ അതിനെ സാമ്പിൾ ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് ക്വാണ്ടൈസർ എന്ത് ചെയ്യും, ആ കിട്ടിയ ഓരോ ഇൻസ്റ്റൻ്റ് ഉള്ള സിഗ്നൽസിനെ, ആ ഡിസ്ക്രീറ്റ് സിഗ്നലിനെ ഓരോ ലെവലിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു ബൈനറി കോഡിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാണ്. അപ്പം സോ ദാറ്റ് ഇസ് എ ക്വാണ്ടൈസർ പ്രൊഡ്യൂസ് കറസ്പോണ്ടിങ് ബൈനറി കോഡ്സ് ഓഫ് അനലോഗ് വാല്യൂ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം എ ടു ഡി കൺവേർട്ടേഴ്സിൽ രണ്ട് എറർ ഉണ്ട്. സോ ദർ ആർ ടു ടൈപ്സ്, അത് അറിഞ്ഞിരിക്കണം. ദർ ആർ ടു ടൈപ്സ് ഓഫ് എറർ ഇൻ എ ടു ഡി കൺവേർട്ടർ പ്രൊഡ്യൂസ് ബൈ എ ടു ഡി. അതായത് ക്വാണ്ടൈസ് ചെയ്യും, നമ്മുടെ ഇൻപുട്ട് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ വെച്ച് ഡിജിറ്റലൈസ് ചെയ്യുമ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് എറർ ആണ് ഉണ്ടാവുന്നത്. ഒന്ന് ക്വാണ്ടൈസേഷൻ എററും അടുത്തത് സാച്ചുറേഷൻ എറർ. സോ വൺ ഇസ് ക്വാണ്ടൈസേഷൻ എറർ ആൻഡ് ദ അതർ വൺ ഇസ് സാച്ചുറേഷൻ എറർ. ഇനി എന്താണ് ക്വാണ്ടൈസേഷൻ എറർ? ക്വാണ്ടൈസേഷൻ എറർ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മെയിൻലി ഒക്കർ ഡ്യൂ ടു the representation of sample signal by fixed number of digital levels. അതായത് നമ്മളൊരു നമ്പറിനെ ക്വാണ്ടൈസ് ചെയ്യുമ്പോൾ ഇത്ര ലെവലിലേക്കാണ്, അതായത് 2^2, 2^3, 2^4 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക്, ഒരു റേഞ്ചിലേക്ക് വരുമ്പോൾ ഒരു ലെവലിലേക്കാണ് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്യുന്നത് വിത്ത് എ ഫിക്സഡ് നമ്പർ. അന്നേരം വരുന്ന ആ ഒരു എററിനെയാണ് ക്വാണ്ടൈസേഷൻ എറർ. സോ ദാറ്റ് ഒക്കേഴ്സ് മെയിൻലി ഡ്യൂ ടു ദ sampling of signal or representation of a sample signals to a fixed number of digits. ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ഡിജിറ്റിലേക്ക് നമ്മൾ അതിനെ മാറ്റുമ്പോൾ ഉണ്ടാകുന്ന എററാണ് ക്വാണ്ടൈസേഷൻ എറർ. ഇനി വേറൊരു എററുണ്ട് എ ടു ഡിയിൽ, അതാണ് സാച്ചുറേഷൻ എറർ. സാച്ചുറേഷൻ എറർ എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ എക്സീസ് എ ഡൈനാമിക് റേഞ്ച്. ഒരു എ ടു ഡി കൺവേർട്ടറിന് ഒരു ഡൈനാമിക് റേഞ്ച് ഉണ്ടാവും. ആ റേഞ്ചിന് എക്സീഡ് ചെയ്താണ് അനലോഗ് സിഗ്നൽ വരുന്നതെങ്കിൽ അന്നേരം വരുന്നതാണ് സാച്ചുറേഷൻ. അതായത് നമ്മൾ അത്ര ഇതിലേക്ക് സാച്ചുറേറ്റ് ചെയ്യണം. So there are two types of error in A to D converter. One is the quantization error and the other one is the saturation error. ഇനി ക്വാണ്ടൈസേഷൻ സ്റ്റെപ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ഇക്വേഷൻ ആണ്, where Q is equal to R by 2 raised to B, where R എന്ന് പറയുന്നത് മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ്, B എന്ന് പറയുന്നത് സൈൻ ബിറ്റ് പ്ലസ് 1, അതായത് നമ്പർ ഓഫ് ബിറ്റ്സ് പ്ലസ് സൈൻ ബിറ്റ്, ബി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബിറ്റ്സ് പ്ലസ് സൈൻ ബിറ്റ് ആണ് ക്യാപിറ്റൽ ബി. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് എഴുതാം R by 2 raised to B plus 1. ഇന്നലെ നമ്മൾ പഠിച്ച പോലെ തന്നെ ക്വാണ്ടൈസേഷൻ എറർ എന്ന് പറയുമ്പം അൺക്വാണ്ടൈസ്ഡ് മൈനസ് ക്വാണ്ടൈസ്ഡ്, അതായത് ക്വാണ്ടൈസ്ഡ് മൈനസ് അൺക്വാണ്ടൈസ്ഡ്. അതായത് ഇവിടെ പറയുന്നത് പറഞ്ഞാൽ എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ റെപ്രസെൻസ് അൺക്വാണ്ടൈസ്ഡ് ആണെങ്കിൽ എക്സ് ക്യൂ ഓഫ് എൻ എന്ന് പറയുന്നത് ക്വാണ്ടൈസ്ഡ് ആണ്. അപ്പോൾ എറർ എന്ന് പറയുന്നത് എന്താണ്, എക്സ് ക്യൂ ഓഫ് എൻ മൈനസ് എക്സ് ഓഫ് എൻ. എക്സ് ക്യൂ ഓഫ് എൻ മൈനസ് എക്സ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ക്വാണ്ടൈസ്ഡ് എറർ മൈനസ് അൺക്വാണ്ടൈസ്ഡ് എറർ. ഈ എററിൻ്റെയാണ് നമ്മൾ പല ലെവൽ ഫിക്സഡ് പോയിന്റ്, ഫ്ലോട്ടിംഗ് പോയിന്റിലെല്ലാം ഡിസ്കസ് ചെയ്തു. അപ്പോൾ രണ്ട് രീതിയിൽ നമ്മൾ ക്വാണ്ടൈസ് ചെയ്യുമ്പോൾ രണ്ട് ക്വാണ്ടൈസേഷൻ എറർ ഉണ്ട്, സാച്ചുറേഷൻ എറർ ഉണ്ടെന്ന് പറഞ്ഞു. ഇനി ക്വാണ്ടൈസേഷൻ തന്നെ രണ്ട് രീതിയിലുണ്ട്, അതാണ് നമ്മൾ പഠിച്ചത്, ട്രങ്കേഷനും റൗണ്ടിങ്ങും. ഇതിൽ റൗണ്ടിങ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്, ബിക്കോസ് മെയിൻലി ഡ്യൂ ടു സീറോ മീൻ വാല്യൂ ഓഫ് ക്വാണ്ടൈസ്ഡ് എററും ലോ വേരിയൻസ്. എന്തുകൊണ്ടാണ് റൗണ്ടിങ് പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, വിച്ച് എററാണ് ക്വാണ്ടൈസേഷന് പ്രിഫർ ചെയ്യുന്നത് ആൻഡ് വൈ, അത് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിക്കണം. അതായത് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് മീൻ വാല്യൂ സീറോയും വേരിയൻസ് ലോയും ആണ്. മീൻ വാല്യൂ എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ, അതിൻ്റെ ആവറേജ് വാല്യൂ സീറോ ആവുകയും ചെയ്യും. അതുപോലെ തന്നെ ലോ വേരിയൻസ് പറഞ്ഞാൽ ലോ വേരിയേഷൻസ് ആണ്. അപ്പോൾ നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ടത്, സോ റൗണ്ടിങ് ഇസ് പ്രിഫേർഡ് ദാൻ ട്രങ്കേഷൻ ബിക്കോസ് ഓഫ് സീറോ മീൻ വാല്യൂ ആൻഡ് ലോ വേരിയൻസ്. അപ്പോൾ എ ടു ഡി കൺവേർഷൻ ചെയ്യുമ്പം നമുക്ക് ഇൻപുട്ടിലും ഒരു നോയ്സ് പവർ ഉണ്ടാകുന്നുണ്ട്, ഒരു ഔട്ട്പുട്ടിലും ഒരു നോയ്സ് പവർ ഉണ്ട്. ആ രണ്ടുമാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ചെറിയ പ്രോബ്ലം ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം.
സോ ദ ക്വാണ്ടൈസേഷൻ എറർ ഫോർ റൗണ്ടിങ് വിൽ ബി ഇൻ ദ റേഞ്ച്. ഇനി റൗണ്ടിങ്ങിന്റെ റേഞ്ച് എന്ന് പറയുന്നത് എവിടെയാണ്? -q/2 ടു +q/2 ആ റേഞ്ചിലാണ്. അത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത്. അപ്പം ക്വാണ്ടൈസ് എറർ എന്ന് പറയുന്നത് എന്താ? -q/2 ടു +q/2 ആണ്. വെർ q ഇസ് ദ സ്റ്റെപ്പ് സൈസ്. അപ്പോൾ സ്റ്റെപ്പ് സൈസ് ആണ് എന്താ? q. അതാണല്ലോ നമ്മൾ കണ്ടുപിടിച്ചത്. സ്റ്റെപ്പ് സൈസ് ആണ് R ഡിവൈഡഡ് ബൈ 2⁻². അതിൽ അപ്പോൾ റൗണ്ടിങ് എററിന്റെ റേഞ്ച് എവിടെയാണ്? q/2 -q/2 ടു +q/2. അപ്പോൾ നമ്മൾ ഈ എറേഴ്സ് എല്ലാം ഇക്വലി പ്രോബബിൾ ആണെങ്കിൽ മീൻ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. അത് നമുക്ക് എങ്ങനെയാണ്? അപ്പോൾ നമുക്കറിയാം റൗണ്ടിങ് എററിൽ 2 വാല്യൂ, അതായത് മീൻ 0യും ലോ വേരിയൻസും ആയതുകൊണ്ട് നമ്മൾ റൗണ്ടിങ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെ റൗണ്ടിങ് എററിന്റെ റേഞ്ച് എന്ന് പറയുന്നത് +q/2 ടു -q/2 ആണ്. ഇനി നമ്മൾ ഒരു യൂണിഫോം ഡിസ്ട്രിബ്യൂട്ടഡ് ഒരു റാൻഡം വേരിയബിൾ കൺസിഡർ ചെയ്യാണ്. അതിൻ്റെ ഇൻ്റർവൽ എന്ന് പറയുന്നത് x1 ടു x2 ആണ്. അപ്പോൾ അതിൻ്റെ മീൻ എക്സ്പെക്ടേഷൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് 1/x2 - x1 ഇൻ്റഗ്രൽ ഓഫ് x1 x2 x dx. ഇതാണ് എക്സ്പെക്ടേഷൻ. ഇക്വേഷൻ പഠിച്ചു വെക്കണം. എക്സ്പെക്ടേഷൻ ഓഫ് x ഇസ് ഈക്വൽ ടു 1/x2 - x1 ഇൻ്റഗ്രൽ x1 ടു x2 x dx. ഇതാണ് എക്സ്പെക്ടേഷൻ. അപ്പോൾ വേരിയൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് x² മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് x ദ ഹോൾ സ്ക്വയർ. അപ്പോൾ നമുക്കറിയാവുന്ന ഈ മീൻ എന്ന് പറയുന്ന വാല്യൂ 0 ആണെന്നും അതുപോലെ തന്നെ വേരിയൻസിന്റെ വാല്യൂ വളരെ ലോ ആണ്. അപ്പോൾ അതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. സോ എക്സ്പെക്ടേഷൻ ഇക്വേഷൻ എന്താണ്? 1/x2 - x1 ഇൻ്റഗ്രൽ x1 ടു x2 x dxഉം വേരിയൻസ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് x² മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് x ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അത് നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്യാൻ പോവാണ്. നമുക്ക് ആദ്യം എടുക്കാം എക്സ്പെക്ടേഷൻ ഓഫ് x. x എന്ന് പറയുന്നത് ഇവിടെ എറർ അല്ലേ? ഇവിടെ നമ്മൾ എററിൻ്റെയാണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ കാരണം നമ്മൾ പറയുന്നത് മീൻ വാല്യൂ 0യും വേരിയൻസ് ലോ ആണ്. അപ്പോൾ ഇവിടെ x ആയിട്ട് എടുക്കാൻ പോകുന്നത് എന്താണ്? എററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം എററിൻ്റെ റേഞ്ച് എവിടം തൊട്ട് എവിടം വരെയാണ് റൗണ്ടിങ് എററിൽ വേരി ചെയ്യുന്നത്? -q/2 ടു +q/2. അപ്പോൾ x2 - x1 എടുക്കുമ്പോൾ എന്ത് വരും? 1/q/2 മൈനസ് ഓഫ് -q/2. ഇനി x1 ടു x2 എടുക്കുമ്പോൾ എന്ത് വരും? x1 എന്ന് പറയുന്നത് -q/2 ആണ്. അപ്പം -q/2 ടു +q/2 e ഇൻറ്റു d. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e²/2 വരും. എന്നിട്ട് നമ്മൾ ലിമിറ്റ് എടുക്കേണ്ടത് എന്താണ്? -q/2 q/2 ലിമിറ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ലിമിറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ ഇത് q/2 മൈനസ് ഓഫ് -q/2 എന്ന് പറയുമ്പോൾ പ്ലസ് വരില്ലേ? അപ്പോൾ പ്ലസ് വരുമ്പോൾ നമുക്ക് എന്ത് വരും? 1/q എന്ന് കിട്ടി. ഇനി ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഇത് ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? q²/2 മൈനസ് ഓഫ് -q²/2 എന്ന് പറയുമ്പോൾ എന്ത് വരും? എന്തെന്നാ വരുന്നത്? ഇത് മൈനസ് ഓഫ് മൈനസ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇത് പ്ലസ് അല്ലേ? കാരണം സ്ക്വയർ ആകുമ്പോൾ പ്ലസ്. അപ്പോൾ ഇതും സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 0 വരത്തില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മീൻ വാല്യൂ എന്ത് കിട്ടി? 0 കിട്ടി. അതാണ് പറയുന്നത് റൗണ്ടിങ്ങിലെ മീൻ വാല്യൂ എന്താണെന്നാണ് 0. അപ്പോൾ അത് പ്രൂവ് ചെയ്തു. ചിലപ്പോൾ ചോദിക്കാം പ്രൂവ് ദാറ്റ് ദ റൗണ്ടിങ് എറർ ഓഫ് മീൻ വാല്യൂ ഓഫ് റൗണ്ടിങ് എറർ 0 അല്ലെങ്കിൽ വൈ റൗണ്ടിങ് എറർ ഇസ് പ്രിഫേർഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റീസൺ മീൻ വാല്യൂ 0 ആണ്. അത് മീൻ വാല്യൂ 0 ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ ഈ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അതാണ് 1/x2 - x1 ഇൻ്റഗ്രൽ x1 ടു x2 x dx. ഇതിൽ x എന്ന് പറയുന്നത് ഇവിടെ e ആണ്. x1 x2 എന്ന് പറയുന്നത് -q/2 ടു +q/2. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് മീനിൻ്റെ വാല്യൂ എന്ത് കിട്ടി? 0 കിട്ടി. ഇനി ഇതുപോലെ തന്നെ നമുക്ക് വേരിയൻസ് കാണണം. വേരിയൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് x² മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് x ദ ഹോൾ സ്ക്വയർ. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് e ആയതുകൊണ്ട് എക്സ്പെക്ടേഷൻ ഓഫ് e² മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് e ദ ഹോൾ സ്ക്വയർ. എക്സ്പെക്ടേഷൻ ഓഫ് e നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. അതെന്താണ്? 0 ആണ്. അപ്പോൾ അതിൻ്റെ സ്ക്വയറും എന്താണ്? 0. ഇനി ഇതിനകത്ത് അറിയാത്തൊരു കാര്യം എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് e². അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് e² ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതേ രീതിയിൽ തന്നെ എക്സിന് പകരം എന്താവും എന്നുള്ളതേ ഉള്ളൂ? x² ആവുന്നല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ എഴുതുമ്പോൾ എന്താ? 1/x2 - x1. x2 - x1 എന്ന് പറയുമ്പോൾ q/2 മൈനസ് ഓഫ് -q/2 ഇൻ്റഗ്രൽ -q/2 ടു q/2. ഇനി എക്സിന് വരെ ഇവിടെ എന്താണ്? e² ആണ്. അപ്പോൾ നമ്മൾ എന്ത് കൊടുത്തു? e² d. ഇനി ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? eq/3 എന്ന് വരത്തില്ലേ? എന്നിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? ലിമിറ്റ് -q/2 ടു +q/2 കൊടുക്കുക. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ എന്താ? q/2 ദ ഹോൾ ക്യൂബ് മൈനസ് ഓഫ് -q/2 ടു ദ ഹോൾ ക്യൂബ് എന്ന് വരും അല്ലേ? ഇനി മൈനസ് ആകുമ്പോൾ എന്താ? അത് നെഗറ്റീവിൻ്റെ ഹോൾ ക്യൂബ് വരുമ്പോൾ മൈനസ് അല്ലേ? അപ്പോൾ മൈനസും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും പ്ലസ് വരും. അപ്പോൾ നമുക്ക് എന്ത് വരും? പ്ലസ് രണ്ടും കൂടെ വരുമ്പോൾ 2q/8 എന്ന് വരും. ഇവിടെ 1/q അല്ലേ? അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? q²/12 എന്ന് കിട്ടും. മനസ്സിലായോ? കാരണം എന്താണ്? ഇവിടെ ഒരു 3 ഉണ്ട്. ആ 3നെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ആ 3യും അപ്പോൾ ഇവിടെ ക്യൂബ്/2ഉം 8ഉം ക്യാൻസൽ ആകുമ്പോൾ 3/4 വരും. അപ്പോൾ അതുപോലെ ഈ 3യും പോകുമ്പോൾ തന്നെ ഇവിടെ എന്താ? 2/8 2/8 എന്ന് പറയുമ്പോൾ 1/4 വരും. അതിനനുസരിച്ച് ഇവിടെ 3 കൂടെ വരുമ്പോൾ നമുക്ക് ആൻസർ എന്താണ്? q²/4. ഓക്കെ, അപ്പോൾ q²/12 എന്ന് കിട്ടി. ഇത് ഓർത്തിരിക്കേണ്ട ഇക്വേഷൻ ആണ്. അപ്പോൾ വേരിയൻസ് ഓഫ് എ റൗണ്ടിങ് എറർ, അതായത് ലോ വേരിയൻസ് ആണെന്നല്ലേ നമ്മൾ പറഞ്ഞത്.
അതാണ് ഇവിടെ കാണിച്ചേക്കണേ. അപ്പോൾ നമുക്ക് ഫുൾ വാല്യൂ എന്താണ്? സിഗ്മ ഇ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെക്ടേഷൻ ഓഫ് ഇ സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് ഇ ദ ഹോൾ സ്ക്വയർ അല്ലേ? ഇത് ഓൾറെഡി 0 ആണെന്നറിയാം. ഇതിപ്പോൾ നമ്മൾ എത്രയാണ് കണ്ടുപിടിച്ചത്? ക്യൂ സ്ക്വയർ ബൈ 12. അപ്പോൾ നമുക്ക് കിട്ടിയത് എത്രയാണ്? വേരിയൻസിന്റെ വാല്യൂ എന്താണ്? ക്യൂ സ്ക്വയർ ബൈ 12. ഇതൊരിക്കൽ പ്രൂവ് ചെയ്യാൻ പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. പ്രൂവ് ദ വേരിയൻസ് ഓഫ് എ ടു ഡി കൺവേർഷനിലെ ഇൻപുട്ട് വേരിയൻസ് കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ വേറെ രീതിയിൽ ചോദിക്കാം. ദിസ് വേരിയൻസ് ഓഫ് എറർ സിഗ്നൽ ഇസ് കോൾഡ് സ്റ്റഡി സ്റ്റേറ്റ് നോയ്സ് പവർ. അപ്പോൾ ഡിറൈവ് ദ സ്റ്റഡി സ്റ്റേറ്റ് നോയ്സ് പവർ ഡ്യൂ ടു ഇൻപുട്ട് ക്വാണ്ടൈസേഷൻ. ഓർത്തിരിക്കണം, പേരെന്താണ്? സ്റ്റഡി സ്റ്റേറ്റ് നോയ്സ് പവർ. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് നോയ്സ് പവർ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? സിഗ്മ ഇ സ്ക്വയർ ആണ്. സിഗ്മ ഇ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്പെക്ടേഷൻ ഓഫ് ഇ സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് ഇ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഈ ഇക്വേഷൻ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം എക്സ്പെക്ടേഷൻ ഓഫ് ഇ കാണണം. എക്സ്പെക്ടേഷൻ ഓഫ് ഇ കണ്ടപ്പോൾ നമുക്ക് വാല്യൂ എന്ത് കിട്ടി? 0 കിട്ടി. ഇനി എക്സ്പെക്ടേഷൻ ഓഫ് ഇ സ്ക്വയർ ചെയ്യുമ്പോൾ ഈ ഇയുടെ അവിടെ ഇ സ്ക്വയർ ഇട്ടെടുക്കുക. എന്നിട്ട് ലിമിറ്റ് ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടി? ക്യൂ സ്ക്വയർ ബൈ 12 എന്ന് കിട്ടി. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ എന്ത് കിട്ടി? ആൻസർ ക്യൂ സ്ക്വയർ ബൈ 12. അപ്പോൾ ഇതാണ് സ്റ്റഡി സ്റ്റേറ്റ് ഇൻപുട്ട് നോയ്സ് പവർ. അതായത് സ്റ്റഡി സ്റ്റേറ്റ് നോയ്സ് പവർ ഡ്യൂ ടു ഇൻപുട്ട് ക്വാണ്ടൈസേഷൻ. അതായത് നമ്മൾ തുടക്കത്തിൽ, അതായത് സ്റ്റഡി സ്റ്റേറ്റ് നോയ്സ് പവർ ആണ്. ഇനി അടുത്തതാണ് സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട് നോയ്സ് പവർ. ഇവിടെ നമ്മൾ ഡിറൈവ് ചെയ്ത് എന്താണ്? സ്റ്റഡി സ്റ്റേറ്റ് ഇൻപുട്ട് നോയ്സ് പവർ. അപ്പോൾ ഇൻപുട്ട് നോയ്സ് പവർ എത്ര നമുക്ക് കിട്ടിയേ? സിഗ്മ ഇ സ്ക്വയർ ഈക്വൽ ടു ക്യൂ സ്ക്വയർ ബൈ 12. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തതാണ് സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട് നോയ്സ് പവർ. അപ്പോൾ എക്സ്പ്ലെയിൻ ഫൈനൈറ്റ് വേർഡ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇൻപുട്ട് ഡേറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിറൈവ് ചെയ്യേണ്ടത് ഈ രണ്ട് കാര്യങ്ങളാണ്. തിയറിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഡിറൈവ് ചെയ്യേണ്ടത്, നമുക്കറിയാം റൗണ്ടിങ്ങും ട്രങ്കേഷൻ എററും ഉണ്ട്. അതിൽ റൗണ്ടിങ് എററിന്റെ മീൻ വാല്യൂ എന്ന് പറയുന്നത് 0യും വേരിയൻസ് എന്ന് പറയുന്നത് ലോ ആണ്. അതനുസരിച്ച് നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ്, ഇപ്പോൾ രണ്ട് നോയ്സ് പവർ വരുന്നുണ്ട്. ഒന്ന് സ്റ്റഡി സ്റ്റേറ്റ് ഇൻപുട്ട് നോയ്സ് പവറും അടുത്തത് സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട് നോയ്സ് പവർ. അപ്പോൾ ഇപ്പോൾ ഡിറൈവ് ചെയ്തത് സ്റ്റഡി സ്റ്റേറ്റ് ഇൻപുട്ട് നോയ്സ് പവർ ആണ്. ഇനി അടുത്തത് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത് സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട് നോയ്സ് പവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇതാണ് quantized input signal of a digital signal can be represented as a sum of unquantized signal and error signal. അതായത് ഇതാണ് എക്സ് ഓഫ് എൻ ആണ് നമ്മുടെ ഇൻപുട്ട്. അതെന്ന് പറഞ്ഞാൽ എന്താ? ക്വാണ്ടൈസ് ചെയ്യാത്ത, അതിൻ്റെ കൂടെ ഒരു എറർ വരുമല്ലോ, ആ എററോട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എക്സ് ക്യൂ ഓഫ് എൻ അല്ലേ? ഓക്കെ. അപ്പോൾ ഇതിൽ നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന അൺക്വാണ്ടൈസ്ഡ് ഇൻപുട്ടും ഇ ഓഫ് എന്ന് പറയുന്ന എറർ, ഇത് രണ്ടും കൂടെ വരുന്നതാണ് എന്ത്? നമ്മുടെ എക്സ് ക്യൂ ഓഫ് എൻ. കാരണം എന്താ? എറർ എന്ന് പറയുമ്പോൾ എക്സ് ക്യൂ മൈനസ് എക്സ് ഓഫ് എൻ അല്ലേ? അപ്പോൾ എക്സ് ക്യൂ ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എന്താ? ദിസ് പ്ലസ് ദിസ് അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്. ഇവിടെ വരുന്ന ഔട്ട്പുട്ടാണ് വൈ ഡാഷ് ഓഫ് എൻ. അപ്പോൾ എച്ച് ഓഫ് എൻ എന്ന് പറയുന്നത് എന്താണ്? സിസ്റ്റത്തിന്റെ ഇമ്പൾസ് റെസ്പോൺസ്. അപ്പോൾ വൈ ഡാഷ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ റെസ്പോൺസ് ഓഫ് ദി സിസ്റ്റം ഡ്യൂ ടു ദി ഇൻപുട്ട് ആൻഡ് എറർ സിഗ്നൽ. അപ്പോൾ ഇതിവിടെ നമുക്ക് ഇൻപുട്ട് ഓൾറെഡി ഒരു നോയ്സ് പവർ ഉണ്ട്. അതാണ് നമ്മൾ എന്ത് പറഞ്ഞത്? സ്റ്റഡി സ്റ്റേറ്റ് നോയ്സ് പവർ. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു സിസ്റ്റത്തിലൂടെ വരുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടിലും കാണുമല്ലോ ഒരു നോയ്സ് പവർ. അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? ലീനിയർ കൺവല്യൂഷൻ അല്ലേ? കൺവല്യൂഷൻ ഓഫ് ഇൻപുട്ട്. ഇപ്പോഴത്തെ ഇൻപുട്ട് എന്താണ്? എക്സ് ക്യൂ ഓഫ് എന്നും എച്ച് ഓഫ് എന്നും. അപ്പോൾ ഈ ലീനിയർ കൺവല്യൂഷൻ എക്സ് ക്യൂ ഓഫ് എൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്താം? എക്സ് ഓഫ് എൻ പ്ലസ് എറർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ആ എക്സ് ക്യൂ ഓഫ് എന്നിന് പകരം നമ്മൾ എന്ത് എഴുതി? എക്സ് ഓഫ് എൻ പ്ലസ് എറർ ഓഫ് ഇ ഓഫ് എൻ എന്ന് എഴുതി. അത് കൺവല്യൂഷൻ വിത്ത് എച്ച് ഓഫ് എൻ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഓഫ് എൻ ലീനിയർ കൺവല്യൂഷൻ എച്ച് ഓഫ് എന്നും ഇ ഓഫ് എൻ ലീനിയർ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ എന്ന് വരും. ഈ എക്സ് ഓഫ് എൻ ലീനിയർ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ എന്ന് പറയുന്നത് എന്താ? നമുക്കറിയാം, ഇപ്പോഴും പറയാം, ഒരു സിസ്റ്റത്തിന്, ഒരു സാധാരണ ഒരു ലീനിയർ സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ടാണ്. അതാണ് വൈ ഓഫ് എൻ. ഇനി ഈ ഇ ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എന്നെയാണ് നമ്മൾ എപ്സിലോൺ ഓഫ് എൻ എന്ന് പറയും. ഇതിൽ വൈ ഓഫ് എൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ഔട്ട്പുട്ട് ടു ഇൻപുട്ട്, ഔട്ട്പുട്ട് ഡ്യൂ ടു ഇൻപുട്ട് എക്സ് ഓഫ് എന്നും എപ്സിലോൺ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ഔട്ട്പുട്ട് ഡ്യൂ ടു ഇൻപുട്ട് ഇ ഓഫ് എന്നും ആണ്. അതാണ് ഓർത്തിരിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ നമ്മളുടെ മെയിൻ ഔട്ട്പുട്ട്, അതായത് സിസ്റ്റത്തിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എ ടു ഡി കൺവേർട്ടറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് രണ്ട് ഔട്ട്പുട്ടുകളാണ് വരുന്നത്. ഒന്ന് നമ്മൾ അൺകൗണ്ടൈസ്ഡ് ഇൻപുട്ട് കാരണമുള്ള ഒരു ഔട്ട്പുട്ട് ഉണ്ട്, അതാണ് വൈ ഓഫ് എന്നും. അടുത്തത് എപ്സിലോൺ ഓഫ് എൻ എന്ന് പറഞ്ഞാൽ എറർ എന്ന് പറയുന്ന എറർ ഉണ്ടാവുമല്ലോ, ആ എറർ കാരണം ഉണ്ടാവുന്ന ഔട്ട്പുട്ട്. അപ്പോൾ ഈ എറർ കാരണം ഉണ്ടാവുന്ന ഈ എപ്സിലോൺ ഓഫ് എൻ ഉണ്ടല്ലോ, ഇതാണ് നമ്മുടെ സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട് നോയ്സ് പവർ. അപ്പം ഇതിന്റെ വേരിയൻസ്, സോ the variance of the signal is epsilon of n and it is known as output noise power or steady state output noise power. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പഠിച്ചു വെക്കണം. സിഗ്മ ഇ സീറോ സ്ക്വയർ, സീറോ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട്, ഇ സീറോ സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ ഇ സ്ക്വയർ. ഇ സ്ക്വയർ എന്ന് പറയുന്നത് ഏതാണ്? ഇൻപുട്ട് നോയ്സ് പവർ. സിഗ്മ ഐ ഈക്വൽ ടു 1 to n റെസിഡ്യൂവൽ ഓഫ് എച്ച് ഓഫ് ഇസഡ് ഇൻറ്റു എച്ച് ഓഫ് ഇസഡ് ഇൻവേഴ്സ് ഇൻറ്റു ഇസഡ് റേസ് ടു -1 at z is equal to pi. ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക. ഇതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്, അത് ഞാനൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇട്ടുതരാം. അപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത രണ്ട് നോയ്സ് പവർ ഉണ്ട്. ഒന്ന് സ്റ്റഡി സ്റ്റേറ്റ് ഇൻപുട്ട് നോയ്സ് പവറും അടുത്തത്
ഔട്ട്പുട്ട് നോയ്സ് പവർ. സ്റ്റഡി സ്റ്റേറ്റ് ഇൻപുട്ട് നോയ്സ് പവർ ആണ് നമ്മൾ തൊട്ട് മുമ്പ് ഡിറൈവ് ചെയ്തത്. ഔട്ട്പുട്ട് നോയ്സ് പവർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ വൈ ഡാഷ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ ഈ എക്സ് ഓഫ് എൻ ഇൻറ്റു എച്ച് ലീനിയർ കൺവല്യൂഷൻ, അതായത് എക്സ് ഓഫ് എൻ കാരണം ഒരു ഔട്ട്പുട്ടും ഉണ്ടാവും, ഈ എറർ കാരണം ഒരു ഔട്ട്പുട്ട് കാണും. അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എപ്സിലോൺ ഓഫ് എൻ, അതായത് എറർ കാരണമുള്ള ഇതിന്റെ വേരിയൻസ്, അതിനെയാണ് നമ്മളത് വേരിയൻസ് ഓഫ് ദ സിഗ്നൽ ഇസ് കോൾഡ് എന്താണ്, ഈ എപ്സിലോൺ ഓഫ് എൻ. ഇതിന് പറയുന്ന പേരാണ് ഔട്ട്പുട്ട് നോയ്സ് പവർ. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ E0 സ്ക്വയർ ഇസ് ഈക്വൽ ടു സിഗ്മ ഇ സ്ക്വയർ സിഗ്മ ഐ ഈക്വൽ ടു, ഇത് സിഗ്മ എന്ന് പറയുന്ന ഈ നൊട്ടേഷനും മറ്റേ സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n റെസിജ്വൽ എച്ച് ഓഫ് ഇസഡ് ഇൻവേഴ്സ് ഇൻറ്റു ഇസഡ് ഇൻവേഴ്സ് അറ്റ് ഇസഡ് ഈക്വൽ ടു പി എ. അതായത് ഇതിന്റെ ഇക്വേഷൻ ഇതാണ്. റെസിജ്യു ആണ്. റെസിജ്യു കാണുന്നത് എന്താണെന്നുള്ളത് ഞാനൊരു പ്രോബ്ലം വെച്ച് പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് തിയറി. അപ്പോൾ ക്വാണ്ടൈസേഷൻ ഓഫ് ഇൻപുട്ട് ഡേറ്റ ചോദിക്കുമ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് നോയ്സ് പവർ എഴുതണം, സ്റ്റഡി സ്റ്റേറ്റ് അതായത് ഔട്ട്പുട്ട് നോയ്സ് പവർ എഴുതണം. ഈ രണ്ടും എഴുതിയിട്ട് ഇതിൻ്റെ എഫക്റ്റ് ആണ് പറയുന്നത്. ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഇനി പ്രോബ്ലം ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇട്ട് തരാം. ഓക്കെ, താങ്ക് യു.